അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത അവിടെ പഠനം പൂർത്തിയാക്കി ജോലി ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ആശങ്കയിലാക്കുന്ന കാര്യങ്ങളാണ്. അമേരിക്കയിലെ ഇമിഗ്രേഷൻ വിഭാഗമായ ICE പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയിലെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന പ്രോഗ്രാമിനെ മറയാക്കി നടന്ന വൻ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഏകദേശം 10,000 വിദേശ വിദ്യാർത്ഥികൾ വ്യാജ കമ്പനികളിൽ ജോലി ചെയ്യുന്നതായി രേഖയുണ്ടാക്കി അമേരിക്കയിൽ തുടരുകയാണെന്നാണ് കണ്ടെത്തൽ. ഈ തട്ടിപ്പിന്റെ പിന്നാമ്പുറങ്ങളും ഇതിന്റെ പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. തട്ടിപ്പിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എന്താണ് ഈ OPT എന്ന് നമ്മൾ അറിയണം. അമേരിക്കയിൽ F1 വിസയിലെത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സംവിധാനമാണിത്. സാധാരണ ഇത് 12 മാസമാണ്. എന്നാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് ഇത് 24 മാസം കൂടി നീട്ടിക്കിട്ടും. അതായത് ആകെ 3 വർഷം വരെ ഒരാൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാം. പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കാനും എക്സ്പീരിയൻസ് നേടാനുമാണ് ഈ അവസരം നൽകുന്നത്. ഈ കാലയളവിലാണ് പല വിദ്യാർത്ഥികളും H1B വിസയ്ക്കും മറ്റും ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയിൽ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും പ്രതീക്ഷയാണ് ഈ OPT. ഇപ്പോൾ ICE ഡയറക്ടർ ഡോഡ് എം ലിയോൺസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ പ്രോഗ്രാമിന്റെ സുതാര്യതയെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. ICEന്റെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയ പരിശോധനയിൽ 10,000-ഓളം വിദ്യാർത്ഥികൾ വളരെ സംശയാസ്പദമായ തൊഴിലുടമകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നതായാണ് കണ്ടെത്തിയത്. എന്തൊക്കെയാണ് ICE കണ്ടെത്തിയ ക്രമക്കേടുകൾ എന്ന് നമുക്ക് നോക്കാം. ടെക്സാസ് ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഓഫീസുകൾ വെറും ശൂന്യമായ കെട്ടിടങ്ങളായിരുന്നു. വാതിലുകൾ പൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഒരേ വിലാസത്തിൽ തന്നെ 10ഉം 20ഉം കമ്പനികൾ പ്രവർത്തിക്കുന്നതായി രേഖകളിലുണ്ടായിരുന്നു. എന്നാൽ അവിടെ പോയി നോക്കിയപ്പോൾ ഒരു കമ്പനി പോലും പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. പരിശോധനയ്ക്കിടയിൽ ചില കമ്പനികളിലെ ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാതെ കുഴങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥരോട് അവർ പറഞ്ഞത് ഞങ്ങളുടെ HR വിഭാഗം ഇന്ത്യയിലാണ്, അവരോട് ചോദിക്കണം എന്നാണ്. അതായത് അമേരിക്കയിൽ പേരുകേട്ട കമ്പനികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലുള്ള ചില സംഘങ്ങളാണെന്ന സംശയം ഇത് ബലപ്പെടുത്തുന്നു. തട്ടിപ്പ് കമ്പനികളുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചപ്പോൾ മിക്കവയും ഒരേ രീതിയിലുള്ള ഉള്ളടക്കവും ഡിസൈനുമാണ് ഉപയോഗിക്കുന്നത്. ഒരേ തൊഴിലവസരങ്ങൾ തന്നെ പല കമ്പനികളുടെ പേരിലാണ് പ്രചരിപ്പിക്കുന്നത്. ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അമേരിക്കയിൽ പഠനം കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ ജോലി കണ്ടെത്തണം എന്നാണ് നിയമം. ജോലി കിട്ടിയില്ലെങ്കിൽ രാജ്യം വിടേണ്ടി വരും. ഈ ഒരു സാഹചര്യം മുതലെടുത്താണ് ചില വ്യാജ ഏജൻസികളും കൺസൾട്ടൻസികളും രംഗത്തെത്തുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് വലിയൊരു തുക വാങ്ങി ഇവർ വ്യാജ ജോലി വാഗ്ദാനം ചെയ്യും. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി അവിടെ ജോലി ചെയ്യുന്നില്ലെങ്കിലും ഇവർ വ്യാജ പേ സ്ലിപ്പുകളും ഓഫർ ലെറ്ററുകളും ഉണ്ടാക്കി നൽകും. ഇത് ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ ഓൺലൈൻ പോർട്ടലായ SEVIS-ൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ രീതിയിലൂടെ നിയമവിരുദ്ധമായി അമേരിക്കയിൽ തുടരാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ കാലത്ത് തുടങ്ങിയ ഈ പ്രോഗ്രാം പിന്നീട് ഒബാമ ഭരണകൂടം വിപുലീകരിക്കുകയായിരുന്നു. അന്ന് ഏതാനും 1000 വിദ്യാർത്ഥികൾ മാത്രമേ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് കരുതിയത്. എന്നാൽ ഇന്ന് ഇതൊരു വലിയ തൊഴിൽ വിപണിയായി മാറി. 2024-2025 കാലയളവിൽ അമേരിക്കയിൽ ഏകദേശം 2.94 ലക്ഷം വിദ്യാർത്ഥികളാണ് OPT ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇതിൽ പകുതിയിലധികവും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. തട്ടിപ്പ് കണ്ടെത്തിയ 10,000 പേർ എന്നത് ഈ മേഖലയിലെ തട്ടിപ്പിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നാണ് ICE പറയുന്നത്. ഇത് വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയൊരു ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്ക്. എന്നാൽ ഈ നടപടി പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് തട്ടിപ്പുകാരെയാണ്. വ്യാജ കമ്പനികളുടെ കീഴിൽ OPT ചെയ്യുന്നതിനായി കണ്ടെത്തിയാൽ ഉടൻ തന്നെ വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കപ്പെടും. തുടർന്നവരെ നാട്ടിലേക്ക് അയക്കും. രേഖകളിൽ കൃത്രിമം കാണിച്ചാൽ പിന്നീട് ഒരിക്കലും അമേരിക്കൻ വിസ ലഭിക്കാത്ത രീതിയിൽ ആജീവനാന്ത വിലക്കും നേരിടേണ്ടി വരും. ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ H1B വിസയ്ക്കോ ഗ്രീൻ കാർഡിനോ അപേക്ഷിച്ചാൽ നിങ്ങളുടെ പഴയകാല OPT റെക്കോർഡുകൾ പരിശോധിക്കപ്പെടും. അന്ന് എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പൊലിയും. തട്ടിപ്പ് നടത്തിയ കമ്പനികൾക്കെതിരെ ക്രിമിനൽ കേസുകൾ വരെ ഫയൽ ചെയ്യപ്പെടും. ഇതിൽ പങ്കാളികളാകുന്ന വിദ്യാർത്ഥികളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അമേരിക്കയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ ഇവിടെയുള്ളവരും OPTയിൽ ഉള്ളവരും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓഫർ നൽകുന്ന കമ്പനി നേരിട്ട് പോയി കാണാൻ കഴിയുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ തൊഴിലുടമ E-Verify എന്ന സർക്കാർ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങൾ പണം തന്നാൽ ഞങ്ങൾ ജോലിയുള്ളതായി രേഖയുണ്ടാക്കി തരാമെന്ന് പറയുന്ന കൺസൾട്ടൻസിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ആളിന്റെ വിവരങ്ങൾ, നിങ്ങളുടെ ശമ്പളം ലഭിക്കുന്ന രേഖകൾ എന്നിവ കൃത്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ വിസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അംഗീകൃത ഇമിഗ്രേഷൻ അറ്റോർണിമാരോട് മാത്രം സംസാരിക്കുക.
അമേരിക്കൻ അധികൃതർ ഇപ്പോൾ OPT പ്രോഗ്രാമിനെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ട്രംപ് ഭരണകൂടം തുടങ്ങിയ ഈ ഓപ്പറേഷൻ ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്ന പദ്ധതിയുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. നിലവിൽ ട്രംപ് ഭരണകൂടവും തട്ടിപ്പുകാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇത് സത്യസന്ധമായി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. കുറുക്ക് വഴികളിലൂടെ അമേരിക്കയിൽ തുടരാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കരിയറും ജീവിതവും തന്നെ അപകടത്തിലാക്കും. കഠിനാധ്വാനം ചെയ്തും നിയമങ്ങൾ പാലിച്ചും മുന്നേറുന്നവർക്ക് അമേരിക്കൻ സ്വപ്നം ഇന്നും സുരക്ഷിതമാണ്. എന്നാൽ തട്ടിപ്പുകാരെ കാത്തിരിക്കുന്നത് വൻ പ്രത്യാഘാതങ്ങളാണ്.